വരുൺ മാനസയെ കല്യാണം കഴിക്കേണ്ടി വരുമോ? നാളെ അറിയാം. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത് മാനസ ഏർപ്പാടാക്കിയ മീഡിയക്കാര് വരുണും മാനസിയും തടവിൽ കിടക്കുന്ന ആ വീട്ടിലേക്ക് വരികയാണ്, വീടിന്റെ പുറത്തെത്തുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷി ഏർപ്പാടാക്കിയ ആ നാട്ടുകാരിൽ ഒരാൾ വന്നിട്ട് മാധ്യമപ്രവർത്തകരെ തടയുകയാണ്. എന്താണ് കാര്യം, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ മാധ്യമക്കാര് മാനസ പഠിപ്പിച്ച കാര്യങ്ങൾ അയാളോട് പറയുകയാണ്. ഇവിടെ അനാശാസ്യം നടക്കുന്നെന്ന് പരാതി കിട്ടിയിട്ട് ഞങ്ങൾ വന്നതാണെന്ന് പറയുമ്പോൾ ആ നാട്ടുകാരും പിന്നെ മാധ്യമ പ്രവർത്തകരോട് അങ്ങനെ വരാൻ സാധ്യതയില്ല, ഇത് കുറെ നാളായിട്ട് പൂട്ടിക്കിടക്കുന്ന വീടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട് തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. നോക്ക്, നിങ്ങൾ പറയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ എന്ന് ചോദിക്കുകയാണ് മാധ്യമ പ്രവർത്തകരോട്. തുടർന്ന് മാധ്യമ പ്രവർത്തകർ ആ വീടിനകത്ത് കയറി എല്ലാ മുറിയിലും കയറി പരിശോധിക്കുകയാണ്. ഈ സമയത്ത് അവർക്ക് വരുണ കണ്ടുകിട്ടുകയാണ്. തുടർന്ന് അവർ വരുണ കൈ പിടിച്ചുകൊണ്ട് ബലമായിട്ട് പുറത്തേക്ക് വലിച്ചു കൊണ്ടുവരികയാണ്. തുറന്ന് ആ നാട്ടുകാരൻ പിന്നെ വരുണോട് നീ ആരാടാ, നീ എങ്ങനെ ഇതിനകത്ത് പെട്ടു എന്ന് ചോദിക്കുകയാണ്. തുറന്ന് വരുൺ ഒരു കള്ളം പറയുകയാണ്, ഞാൻ മഴ വന്നപ്പോൾ കയറി നിന്നതാണ് എന്ന് ഒരു കള്ളം പറയുകയാണ്. എന്നാൽ അത് കേട്ട് ആ നാട്ടുകാരൻ നല്ല ദേഷ്യം വരികയാണ്. തുറന്ന് ആ നാട്ടുകാരൻ പിന്നെ മാധ്യമ പ്രവർത്തകരോട് എങ്കിൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യേ, ഇതിനകത്ത് ഇനി മറ്റാരെങ്കിലും കൂടി ഉണ്ടോ നോക്കാൻ പറയുകയാണ്. തുറന്ന് ആ വനിതാ മാധ്യമ പ്രവർത്തകര് മറ്റു മുറികളിലെല്ലാം പോയി നോക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അകത്ത് നിന്ന് മാനസയെ കണ്ടുകിട്ടുകയാണ്. തുറന്ന് മാനസയും ബലമായിട്ട് പിടിച്ചുകൊണ്ട് വരുണിന്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. തുടർന്ന് നാട്ടുകാരൻ പിന്നെ മാധ്യമ പ്രവർത്തകരോട് നിങ്ങൾ പറഞ്ഞ സത്യം തന്നെയാണ്, ഇവർ രണ്ടുപേരും അനാശാസ്യത്തിന് വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കുറ്റപ്പെടുത്തുകയാണ്. എന്നാൽ ഈ സമയത്ത് ആ മാധ്യമ പ്രവർത്തകരും മൊബൈലെല്ലാം ഓൺ ചെയ്ത് അത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. എന്നാൽ അത് കണ്ട് മാനസിക്ക് ഇഷ്ടപ്പെടുന്നില്ല. മാനസ നല്ല ദേഷ്യത്തിൽ അതെല്ലാം തട്ടി മാറ്റുകയാണ്. തുടർന്ന് മാനസിയുടെ ഒരു ഭീഷണിയാണ്, ഇതെങ്ങാനും പുറത്തു വന്നാൽ പിന്നെ നിങ്ങൾ ഒരെണ്ണത്തിന് ഞാൻ ബാക്കി വെക്കില്ല, നിങ്ങളുടെ പണി ഞാൻ തീർപ്പിക്കുമെന്ന് പറഞ്ഞ് മാധ്യമ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുക. എന്നാൽ അത് കേട്ട നാട്ടുകാരൻ അത് ശരി, നിനക്ക് അത്രയ്ക്കായോ, നീ ഇവിടെ വന്നിട്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു, എടുക്കടാ അവളെ കൃത്യമായിട്ട് അവളെ സൂം ചെയ്തെടുത്തോളാൻ പറയുകയാണ്. കൃത്യമായിട്ട് അവളുടെ മുഖം ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മാനസിയുടെയും വരുണിന്റെയും വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ കുറെ സദാചാര മാധ്യമ പ്രവർത്തകർ അനാശാസ്യം എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയയിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യൂട്യൂബിൽ ഇരുന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് കണ്ട് മാനസിക്കും വരുണെല്ലാം നല്ല ദേഷ്യം വരികയാണ്. തുടർന്ന് നാട്ടുകാരും പിന്നെ മാനസിയോട് ദേഷ്യപ്പെടുകയാണ്, നീ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടെന്ന് ചോദിക്കുകയാണ്. ഇതിനകത്ത് നിങ്ങൾ 2 ദിവസമായിട്ട് എന്താണ് പണി എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് മാനസികം ഒരു കള്ളം പറയുകയാണ്, ഞങ്ങൾ ഈ വീട് വാങ്ങാൻ വന്നതാണ്, പുറത്തുനിന്ന് ആ സമയത്ത് ആരോ വന്ന് ഞങ്ങൾ ഈ വീടിനകത്ത് പൂട്ടിയിട്ട് പോയി എന്ന് പറയുകയാണ്. എന്നാൽ ആ കള്ളം കേട്ട് അവിടെയുള്ള ആരും അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. തുടർന്ന് ആ നാട്ടുകാരും വരുണോട് ദേഷ്യപ്പെടുകയാണ്, ഇതങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാകില്ല, നമുക്ക് ഇപ്പോൾ തന്നെ പോലീസിനെ വിളിക്കണമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് പേടിച്ച് വരുൺ വേഗം തന്നെ മാനസിയുടെ കൈ പിടിച്ചുകൊണ്ട് നമുക്ക് ഇവിടുന്ന് വേഗം ഓടി രക്ഷപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. എന്നാൽ ഇവരുടെ പുറകെ തന്നെ മാധ്യമ പ്രവർത്തകരും പുറകെ ചെല്ലുകയാണ്. അങ്ങനെ വരുൺ മാനസിക കൂട്ടിക്കൊണ്ട് ആ കാറിന്റെ അകത്ത് കയറാൻ നേരം ആ മാധ്യമക്കാര് ഇവരെ രണ്ടുപേരെയും വളയുകയാണ്. ഈച്ച ചക്ക വളയുന്ന പോലെ ഇവർ രണ്ടുപേരെയും അവരെല്ലാവരും വളയുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃത്യമായിട്ട് അങ്ങോട്ടേക്ക് പോലീസ് വരികയാണ്. തുടർന്ന് പോലീസ് ഇറങ്ങി വരുണോടും മാനസിയോടും നിങ്ങൾ ഈ 2 ദിവസം ഇതിനകത്ത് എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. നിങ്ങളെ കുറിച്ച് പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ ഈ പരാതിയെല്ലാം ആദ്യമേ തന്നെ കൊടുത്തിരിക്കുന്ന മാനസ തന്നെയാണ്. അങ്ങനെ മാനസ കുഴിച്ച കുഴിയിൽ മാനസ തന്നെ വന്ന് പെട്ടിരിക്കുകയാണ്. തുടർന്ന് ഇവരോട് പറഞ്ഞ അതേ കള്ളം തന്നെ മാനസിയും വരുണും ആ പോലീസിനോട് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ആ പോലീസിന് ദേഷ്യം വരികയാണ്. എന്തായാലും നിങ്ങളെ രണ്ടുപേരെ ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല, നിങ്ങളെ രണ്ടുപേരും ഞാൻ കസ്റ്റഡിയിൽ എടുക്കാൻ പോവുകയാണ്, നിങ്ങളെ രണ്ടുപേരെയും വീട്ടുകാരെ വിളിപ്പിക്കാൻ പോവുകയാണ്, അവർ തീരുമാനിക്കട്ടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മാനസിയും വരുണിയും ആ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് മഹിയാണ്. മഹി ദേവ്ജിക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. ഈ വീഡിയോ അപ്പോൾ തന്നെ വൈറലായിരിക്കുകയാണ്. ആ വീഡിയോ കണ്ട് ദേവ്ജി ഒന്ന് ഞെട്ടുകയാണ്. മാനസിക്കൊപ്പം വരുൺ 2 ദിവസം ഒരു ഒഴിഞ്ഞ വീട്ടിൽ താമസിക്കുന്ന വീഡിയോ ആണ് അത് കാണിച്ചു കൊടുക്കുന്നത്. തുടർന്ന് മഹി പിന്നെ ദേവ്ജിയോട് എന്നാലും ഈ മാനസിക്ക് ഇതെന്ത് പറ്റി, ഈ ലോകത്തുള്ള ഏറ്റവും വൃത്തികെട്ട ഒരുത്തന്റെ കൂടെ എന്തിനാണ് മാനസ 2 ദിവസം ഒരുമിച്ച് കഴിഞ്ഞ് എന്ന് ചോദിക്കുകയാണ്. ഈ മാനസ ഇത്രകാരിയാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്നാൽ അത് കേട്ട് ദേവ്ജി നമ്മളൊരു സ്ത്രീയെ കുറിച്ച് ഇങ്ങനെ അപവാദം പറയുന്നത് ശരിയല്ല എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൺമണി വരികയാണ്. തുടർന്ന് മഹി ആ വീഡിയോ കൺമണിക്ക് കൊടുക്കുകയാണ്. തുടർന്ന് കൺമണി ഞെട്ടുന്ന പോലെ അഭിനയിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണിയുടെ മുഖത്തെ ഭാവങ്ങളെല്ലാം ദേവ്ജി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ദേവ്ജി പിന്നെ മഹിക്ക് വേറെ പണിയൊന്നുമില്ല, പോയി പണിയെടുക്കുന്ന പറഞ്ഞ് മഹിയെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ്. തുടർന്ന് മഹി പോയ ശേഷം ദേവ്ജി പിന്നെ കൺമണി ഒന്ന് വിളിക്കുകയാണ്. കൺമണി എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടുകയാണ്. ഇതിന്റെ പുറകിൽ നിങ്ങളാണല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി ഒന്ന് പതറുകയാണ്. അതെന്താ ദേവ്ജി അങ്ങനെയൊക്കെ പറഞ്ഞത്? തുടർന്ന് ദേവ്ജി പിന്നെ കൺമണിയോട് ഈ വീഡിയോ നിന്നെ ഞങ്ങൾ കാണിച്ച സമയത്ത് നിന്റെ മുഖഭാവം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, നിന്റെ മുഖത്ത് വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല, എല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെയാണ് നിന്റെ മുഖത്തെ ഭാവം. എന്നാൽ അത് കേട്ട് കൺമണി അല്ല ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, മാനസിക അങ്ങനെ സംഭവിച്ചതിൽ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് തിരിച്ചു ചോദിക്കുകയാണ്. തുടർന്ന് ദേവ്ജി പിന്നെ തലയാട്ടിക്കൊണ്ട് ഞാനും ഈ പ്രായമൊക്കെ കഴിഞ്ഞു വന്നതാ മോളെ,
എന്തായാലും ഈ കാര്യം കൃഷ്ണനോടൊന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ദേവിക്ക് അട്ടഹസിച്ച് ചിരിക്കുകയാണ്. മാനസ ഇത് അർഹിക്കുന്ന ഒരാൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേവിക്ക് അവിടുന്ന് പോവുകയാണ്. എന്നാൽ ദേവിക്ക് ആ പറഞ്ഞും കേട്ട് കൺമണി ഇങ്ങനെ ചമ്മി നിൽക്കുകയാണ്. തുറന്നു കാണിക്കുന്ന മാനസിയെ കാണുന്നതിന് വേണ്ടി മാനസിയുടെ അച്ഛനും അമ്മയും ജയമോനും ഹെമിയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. ഈ സമയത്ത് മാനസിയും വരുണിയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. തുറന്ന് അവർ രണ്ടുപേരും വേഗം തന്നെ മാനസിയുടെ വരുണിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുറന്ന് ഹേമ പിന്നെ മാനസിയോട് ദേഷ്യപ്പെടുകയാണ്. ഈ വൃത്തികെട്ടവന്റെ കൂടെ നീ എന്തിനാ മോളെ 2 ദിവസം ചെലവഴിക്കാൻ പോയത്? നിന്റെ അച്ഛൻ കൈറൂരി വിട്ടിരിക്കുകയാണല്ലോ. ഇതും പറഞ്ഞുകൊണ്ട് ഹേമ അച്ഛനെ കുറ്റപ്പെടുത്തുകയാണ്. എന്നാൽ ഈ സമയത്ത് ജയമോഹൻ പിന്നെ വരുണോട് ദേഷ്യപ്പെടുകയാണ്. നിന്നെ ഞാൻ പുറത്ത് വെച്ചെടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് വരുണെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് SI വരികയാണ്. നിങ്ങൾ ആരാണ് ഇങ്ങോട്ട് കടത്തി വിട്ടതെന്ന് ചോദിക്കുകയാണ്. തുറന്ന കോൺസ്റ്റബിൾ പിന്നെ SIയോട് സാറിനെ വിളിച്ച അനുവാദം ചോദിച്ചിട്ടുണ്ട് എന്നാണ് ഇവരെ എന്നോട് പറഞ്ഞതെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് SI പിന്നെ ജയമോഹനോട് ദേഷ്യപ്പെടുകയാണ്. താൻ എപ്പോഴാണോ എന്നെ വിളിച്ചത്? എന്നാൽ അത് കേട്ട് ജയമോഹൻ ഇല്ല, ഞാൻ വിളിച്ചിട്ടില്ല. തുറന്ന SI വീണ്ടും മാനസിക്ക് വേണ്ടി താൻ ആരോടെങ്കിലും എന്നെ വിളിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. തുറന്ന ജയമോഹൻ ഇല്ല, ആരെയും കൊണ്ട് ഞാൻ വിളിപ്പിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് SI പിന്നെ ജയമോഹനോട് നീ ആ മാനസികയുടെ അച്ഛൻ തന്നെയാണെന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അച്ഛൻ തന്നെ ഒരു ഉടായ്പാണ്, കള്ളത്തരം പറഞ്ഞാണ് ഇപ്പോൾ ഇതിനകത്ത് കയറിയിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ മോളെങ്ങനെ ശരിയാകാനാണ്? തുറന്ന് ജയമോഹൻ പിന്നെ SIയോട് സാറേ ഞാൻ സാറിന്റെ കാല് പിടിക്കാം, എന്റെ മോളെ വെറുതെ വിടണം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് SI പിന്നെ ജയമോഹനോട് വരട്ടെ വരുണിന്റെ വീട്ടുകാരും കൂടി വരട്ടെ, എന്നിട്ട് ഉചിതമായ തീരുമാനം എടുക്കാം എന്ന് പറയുകയാണ്. ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാ. ആ ഒഴിഞ്ഞ വീട്ടിൽ ഇവർ രണ്ടുപേരും എന്തിനാണ് 2 ദിവസം താമസിച്ചത്? അതുകൊണ്ട് വരുണിന്റെ വീട്ടുകാരും കൂടി വന്നോട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറയുകയാണ്. തുറന്ന് കാണിക്കുന്നത് കൃഷ്ണൻ കാണുന്നതിനുണ്ട് കൺമണി ദേവിജിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. തുറന്ന് കൃഷ്ണനോട് കാര്യങ്ങളെല്ലാം അറിഞ്ഞില്ലെന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൃഷി ഞാൻ വീഡിയോ എല്ലാം കണ്ടു എന്ന് പറയുകയാണ്. തുറന്ന് കൺമണി പിന്നെ കൃഷ്ണനോട് വേണ്ടായിരുന്നു, ഇത്രയ്ക്കൊന്നും ചെയ്യണ്ടായിരുന്നു എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണ മാനസി ചെയ്തു കൂട്ടിയത് കാണുമ്പോൾ ഇത്രയൊന്നും ചെയ്താൽ പോരെ, ഇതിற்கு മേലെ ചെയ്യണമെന്ന് പറയുകയാണ്. എന്തൊക്കെ വൃത്തികേടാണ് മാനസി ചെയ്തു കൂട്ടിയത്? ഇപ്പോൾ മാനസിക്ക് പകരം നിന്നെ പെടുത്താനല്ലേ മാനസ ശ്രമിച്ചത്? എനിക്ക് കൃത്യസമയത്ത് വന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ ഇപ്പോൾ മാനസയുടെ സ്ഥാനത്ത് നാണം കെടുന്നത് നീ ആയേനെ. ഇത് അവൾ തന്നെ അവൾക്ക് വേണ്ടി കുഴിച്ച കുഴിയാണ്. തുറന്ന് നമ്മൾ കൺമണി പിന്നെ കൃഷ്ണനോട് മാനസിക്ക് ഇപ്പോൾ ഏറ്റവും ദേഷ്യം നമ്മൾ രണ്ടുപേരോടായിരിക്കും. എന്തായാലും മാനസ ഇതിനെതിരെ പ്രതികരിക്കും, മാനസ പ്രതികാരം ചെയ്യുമെന്ന് പറയുകയാണെന്നാൽ അത് കേട്ട് കൃഷ്ണ ഞാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നീ നോക്കിക്കോ, മാനസിക്ക് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അവളെ നമ്മൾ പൂട്ടിയിരിക്കുമെന്ന് പറയുകയാണ് കൃഷ്ണ. എന്നാൽ ഈ സമയത്ത് കൃഷ്ണ രാഹുലിന്റെ കോള് വരികയാണ്. എനിക്ക് തന്നെ അത്യാവശ്യമായിട്ട് കാണുന്ന പുതിയ ബിസിനസ് തുടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണ വിളിക്കുന്നത്. തുറന്ന് കൃഷി ഇന്ന് വൈകിട്ട് തന്നെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. തുറന്ന് കൺമണി പിന്നെ കൃഷ്ണയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. കുറെ നാൾ കഴിഞ്ഞിട്ടാണ് രാഹുലിന്റെ കാര്യം നമ്മൾ സംസാരിക്കുന്നത്. ഇനി ഇത് വെച്ച് നീട്ടരുത്, നമ്മൾ ഇന്ന് തന്നെ പോയിട്ട് രാഹുലിനെ കണ്ട് പുതിയ ബിസിനസ് തുടങ്ങുന്ന കാര്യം സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ കൂടെ കൺമണിയും വരും എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് വരുണിന്റെ വീട്ടുകാർ വരുണെ കാണുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിരിക്കുകയാണ്. തുറന്ന് SIയുടെ അടുത്ത് ഞാൻ വരുണിന്റെ അച്ഛനാണെന്ന് പറഞ്ഞുകൊണ്ട് വരുണിന്റെ അച്ഛൻ സ്വയം പരിചയപ്പെടുത്തുകയാണ്. എന്നാൽ ഈ സമയത്ത് വരുണും മാനസി ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. ആ വൃത്തികെട്ട വരുണ കല്യാണം കഴിക്കേണ്ടി വരുമോ എന്ന ടെൻഷൻ അടിച്ചിട്ടാണ് മാനസ നിൽക്കുന്നത്. എന്നാൽ ഈ സമയത്ത് വരുൺ നല്ല സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. മാനസിയെ കല്യാണം കഴിക്കാൻ പറ്റണേ എന്നിങ്ങനെ ആശിച്ച് നിൽക്കുകയാണ് വരുൺ. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.